ഹേ ഗൈസ്, വെൽക്കം ബാക്ക്. സോ നമ്മൾ ഇന്ന് പറയുന്നത് ആസ്മയെ കുറിച്ചാണ്. ആസ്മ എന്താണെന്നും ആസ്മയുടെ 4 സ്റ്റേജസിനെ കുറിച്ചും ആസ്മ ട്രിഗർ ആകാൻ കാരണമാകുന്ന സാഹചര്യങ്ങളെ കുറിച്ചും എന്തൊക്കെ കൊണ്ടാണെന്ന് കുറിച്ചും ആസ്മയുടെ സിംറ്റംസ് എന്തൊക്കെ കാര്യങ്ങൾ നിങ്ങളിൽ അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ബോഡിക്ക് അഫക്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് ആസ്മയ്ക്ക് കാരണമാണ് എന്നതിനെ കുറിച്ചും പിന്നെ ഇതിനെ എഫക്റ്റീവായിട്ട് നമുക്ക് കൺട്രോൾ ചെയ്യാനും അത് മാറ്റാനും യൂസ്ഫുൾ ആകുന്ന കുറച്ച് കാര്യത്തിനെ കുറിച്ചാണ് അപ്പം ഇന്ന് പറയുന്നത്. അപ്പോൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. ഫസ്റ്റ് ഓഫ് ഓൾ തന്നെ വാട്ട് ഈസ് ആസ്മ? നമ്മുടെ നീണ്ട ഒരു കാലത്തേക്ക് ലങ്സിന്റെ എയർവേസിൽ ഉണ്ടാകുന്ന ഇൻഫ്ലമേഷൻ അല്ലെങ്കിൽ ഒരു പെയിൻ അല്ലെങ്കിൽ ഒരു നീര്, ഒരു പ്രഷർ നമുക്ക് അനുഭവപ്പെടുന്നത്, നമുക്ക് ബ്രീത്ത് ചെയ്യാൻ ബുദ്ധിമുട്ടാകുന്ന ഒരവസ്ഥയ്ക്ക് പറയുന്ന പേരാണ് ആസ്മ. ദെൻ 4 സ്റ്റേജസ് ഓഫ് ആസ്മ. ആസ്മയുടെ 4 സ്റ്റേജുകൾ: ഇന്റർമിറ്റന്റ്, മൈൽഡ്, മോഡറേറ്റ്, സെവേഴ്സ് എന്നീ 4 സ്റ്റേജുകളാണ് ആസ്മയ്ക്കുള്ളത്. ഈ ഓരോ സ്റ്റേജുകളും നമ്മുടെ ബ്രീത്ത് എങ്ങനെ ഉണ്ട് എന്നതിനെ അടിസ്ഥാനമാക്കി പറയുന്നു. ആസ്മ ട്രിഗർ ആകാനുള്ള കുറച്ച് കാര്യങ്ങളാണ്. നമുക്ക് എന്തിനേലും ഒരു അലർജി ഉണ്ടെങ്കിൽ, എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ട് അലർജി ഉണ്ടെങ്കിൽ നമുക്ക് അതുവഴി ആസ്മ ട്രിഗർ ആകാം. പിന്നെ പൊല്യൂഷൻ ആയിട്ടുള്ള ഏരിയാസിൽ സ്മെല്ല് നമുക്ക് ആ പൊല്യൂഷൻ കൊണ്ട് ട്രിഗർ ആകാം. എയറിന്റെ ടെമ്പറേച്ചർ കൊണ്ടും ആസ്മ ട്രിഗർ ആകാം. പിന്നെ നമ്മൾ ചെയ്യുന്ന ഫിസിക്കൽ ആക്ടിവിറ്റീസ് ആയിക്കോട്ടെ, എക്സസൈസ് ആയിക്കോട്ടെ, അത് ആസ്മ ഇല്ലാത്ത സമയങ്ങളിൽ ചെയ്യുന്ന നമുക്ക് കുഴപ്പമില്ല. പക്ഷെ ബ്രീത്തിങ് ബുദ്ധിമുട്ടുള്ള സമയത്ത് നമ്മൾ ഫിസിക്കൽ ആക്ടിവിറ്റീസ് ചെയ്യുന്നത് കുറച്ചും കൂടെ നമ്മുടെ ആരോഗ്യനില മോശമാക്കാൻ കാരണമാകും. സിംറ്റംസ് ഓഫ് ആസ്മ: നമ്മുടെ ചെസ്റ്റിന്റെ ഭാഗത്തായിട്ട് വളരെയധികം പ്രഷറും ഒരു പെയിനും അനുഭവപ്പെടും. ശ്വാസം എടുക്കാൻ നമുക്ക് ബ്രീത്തിങ് പ്രോബ്ലം വരും. ശ്വാസം എടുക്കാനുള്ള ബുദ്ധിമുട്ട് നമുക്കുണ്ടാവും. ജലദോഷം ഉണ്ടാവും. പിന്നെ ഉറങ്ങുന്ന സമയത്ത് നമുക്ക് ആസ്മ ഉള്ള ദിവസങ്ങളിൽ മാക്സിമം എണ്ണീക്കാതിരിക്കുക. കാരണം ആസ്മ കുറച്ചും കൂടെ നമുക്ക് ബുദ്ധിമുട്ടായിട്ട് മാറും. ഈ നമ്മൾ ഉറങ്ങുന്ന സമയത്ത് ആസ്മ ഉള്ള ഒരു മനുഷ്യൻ, ബ്രീത്തിങ് പ്രോബ്ലം ഉള്ള ഒരു മനുഷ്യൻ രാത്രിയിൽ എണ്ണീക്കുവാണെങ്കിൽ വളരെ ബുദ്ധിമുട്ടായിട്ട് നമുക്ക് ശരീരം തന്നെ തളർന്നു പോകുന്ന പോലെ നമുക്ക് തോന്നുന്നതായിരിക്കും. ഇനി നമ്മൾ പറയുന്നത് ആസ്മ കൺട്രോൾ ചെയ്യാനായിട്ട് എഫിഷ്യന്റ് ആയിട്ടുള്ള വഴിയാണ്. ആസ്മ ഉള്ള ഒരാൾക്ക് ഒരു വീക്കിൽ തന്നെ 3 തവണ റിലീഫിന് വേണ്ടി, ഒരു ക്വിക്ക് റിലീഫിന് വേണ്ടി, ആ ഒരു രാത്രിയിലൊക്കെയുള്ള ബുദ്ധിമുട്ടുകൾ നിങ്ങൾക്കുണ്ടെങ്കിൽ ആ ഒരു വീക്കിൽ നമുക്ക് 3 തവണ ഇൻഹേലേഴ്സ് യൂസ് ചെയ്യാവുന്നതാണ്. പിന്നെ ആസ്മ ഉള്ള ആള് നൈറ്റ് പരമാവധി എണീക്കാതിരിക്കുന്നതായിരിക്കും നല്ലത്. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അടുത്തൊരു വീഡിയോയുമായി കാണുന്നവരെ ബൈ.